അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ കാര്യപ്രസക്തമായ ഒരു വിഷയം നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഇടുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, അഭ്യുദയകാംക്ഷികൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കരതല്ലജങ്ങളിൽ ഒരുപാട് സംഭാവന അർപ്പിച്ചവർ എല്ലാവരും ഒരുമിച്ച് AP ഉസ്താദിൻ്റെ പേരിലുള്ള AP സമസ്തയും അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പേരിലുള്ള EK സമസ്തയും ഇരു പണ്ഡിതന്മാരുടെയും നേതാക്കൾ, പ്രവർത്തകന്മാർ എല്ലാവരിലേക്കും ഈ ചെറിയ എളിയവൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വോയിസ് വിടുന്നത്. എന്തിനാണ് നമ്മൾ ഇനി താമസിക്കുന്നത്? സുന്നത്ത് ജമാഅത്തിൻ്റെ ആത്മാവിനെ തന്നെ തകർക്കാൻ വേണ്ടി ജമമുജ ഖാദിയാനി തബ്ലീഗ് അറ്റ എല്ലാവിധ ബിദ്ഈ സംഘടനകളും അതിനേക്കാൾ അപ്പുറം കള്ളത്തരീക്കത്തുകാരും വ്യാജന്മാരും ചൂഷകന്മാരും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് സാധാരണ വളരുന്ന തലമുറ പരിശുദ്ധ ഇസ്ലാമിനെ തന്നെ താല്പര്യമില്ലാത്ത നിലയിൽ മുസ്ലിം നാമധാരികൾ മാത്രമായി അധപ്പതിക്കുന്ന ഈ സമയത്ത് ഇനി എന്തിനാണ് നമ്മൾ താമസിക്കുന്നത്? സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസമുള്ള എല്ലാവരും, EKയും APയും എല്ലാ സമസ്തയും എല്ലാ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരുമയോടെ പ്രവർത്തിക്കാൻ ഇനി എന്തിനാണ് താമസിക്കുന്നത്? ഇന്ന് പണ്ഡിത തറവാട്ടിലെ കാരണവരായി ഇന്ന് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ AP ഉസ്താദ് ഉണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ കാര്യം പറയുന്ന കാര്യത്തിൽ കിടുകിട വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്ത ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുണ്ട്. എപ്പോഴാണ് മരണം എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. കുറേ ആളുകൾ, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ മരണപ്പെട്ടുപോയി. അള്ളാഹു എല്ലാവരുടെയും ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇനിയും നാം എന്തിന് താമസിക്കുന്നു? നമുക്ക് ഒരുമിക്കാൻ, പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി ഒരുമയോടെ പ്രവർത്തിക്കുന്നൊരു കാഴ്ചപ്പാട്. അങ്ങനെ വന്നാൽ ആഴികൾ ഇളകി മറിഞ്ഞാലും സാനുഗിരികൾ തകർന്നാലും തൗഹീദിൻ്റെ നിലക്കാത്ത ഗർജനം മുഴക്കി മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, അവരുടെ വിശ്വാസ ആദർശങ്ങൾ സംരക്ഷിക്കാൻ, എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടെ പ്രവർത്തിക്കാൻ എന്തിനാണ് നമ്മൾ ഇനിയും പിന്തിക്കുന്നത്? സുൽത്താൻ ഉലമക്ക് വയസ്സ് കുറേയായി. അതൊന്ന് മനസ്സിലാക്കാൻ എല്ലാവരും തയ്യാറാവുക. അവിടുത്തെ വഫാത്തിന് സമയം എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് നിന്ന് മുന്നേറാൻ എന്തിനാണ് നമ്മൾ താമസിക്കുന്നത്? എന്താണ് നമ്മുടെ ഇടയിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസത്തിൽ തടസ്സം? കഴിഞ്ഞതൊക്കെ പോട്ടെ, പാസ്റ്റ് ഇസ് ദ പാസ്റ്റ്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഒന്നിക്കാനുള്ള ശ്രമം നടത്തിയാൽ അള്ളാഹുവിനത് വലിയ ഇഷ്ടമല്ലേ? അള്ളാഹുവിനത് വലിയ കാര്യമല്ലേ? ഐക്യത്തിന് എപ്പോഴും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവില്ലേ? ആരാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്? എന്താണ് നമ്മുടെ ഇടയിൽ തടസ്സം? ആ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് നേരിട്ട് പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്ന് കണ്ട് അതിനു വേണ്ടി തന്നെ ഒരു പ്രസ്ഥാനം, ഒരു സംഘടന ഉണ്ടാക്കി എല്ലാവരും സമസ്ത അങ്ങനെ തന്നെ നിന്നോട്ടെ. EK സമസ്തയും AP സമസ്തയും അങ്ങനെ തന്നെ നിന്നോട്ടെ. ഒരു സമസ്തയുടെ സമ്മേളനം അൽഹംദുലില്ലാഹ് വളരെ ഉഷാറായി. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വലിയൊരു സമ്മേളനം കാസർഗോഡ് നടന്നു, ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ. ഇനി സമസ്തയുടെ സെൻറ്റിനറി ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വരുന്നു. ഇതെല്ലാവരും അങ്ങുമിങ്ങും വിജയിപ്പിച്ചിട്ടുണ്ട്. കാരണം EK വിഭാഗത്തിൻ്റെ സമ്മേളനത്തിൽ ഒരുപാട് AP വിഭാഗത്തിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, സാധാരണക്കാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സമസ്ത സെൻറ്റിനറി AP വിഭാഗത്തിൻ്റെ സമ്മേളനവും വരാൻ പോവുകയാണ്. അതിനും എല്ലാവരും ഒരുമിച്ച് കൂടുക. കാരണം സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാളികൾക്കെതിരെ ഒറ്റക്കെട്ടായി ഒരുമയോടെ നീങ്ങാൻ അതിനുള്ളൊരു വേദി ഈ പണ്ഡിതന്മാരുണ്ടാക്കിയെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ വരും തലമുറ പരസ്പരം അങ്ങുമിങ്ങും കൊത്തിക്കീറി അവരുടെ ഉള്ള വിശ്വാസം കൂടി നഷ്ടപ്പെടുകയാണ്.
സാധാരണക്കാർ പണ്ഡിതന്മാരെ തെറി പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കരുത്. മൻ അറാദ സൂഉൽ ഖാത്തിമത്തി ഇബ്തലാഹുല്ലാഹു ബിൽ ഹുമിൽ ഉലമാ. ആലിമീങ്ങളെ തെറി പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കള്ളത്തരീക്കത്തുകാരും അതുപോലെ വഹാബികളും നല്ലോണം ശ്രമം നടത്തുന്നുണ്ട്. സാധാരണക്കാരിത് കേട്ട് അഥവാ അവരെ കൊണ്ടും പറയിപ്പിക്കുകയാണ്. ക്രമേണ അതെല്ലാം പറഞ്ഞു പറഞ്ഞ് അവസാനം അവരുടെ ഈമാൻ നഷ്ടപ്പെടുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ഇരു സമസ്തയും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരുടെ സേഫ് സോണാണ്. അതാണ് നമ്മുടെ സേഫ് സോൺ. അതുകൊണ്ട് തന്നെ ഒന്നിച്ച് ഒരുമയോടെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കാൻ എന്താണ് നമ്മുടെ ഇടയിൽ തടസ്സം? എന്ത് തടസ്സമാണുള്ളത്? സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസത്തിലോ ആദർശത്തിലോ ഒരാളിലും ഒരു പാഴകപ്പിഴവുമില്ല. സംഘടനാ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ നല്ല നിലയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങുമിങ്ങും സഹകരിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥ ബഹുമാനപ്പെട്ട സുൽത്താനുലമയുടെ കാലത്ത് തന്നെ നടക്കണം. അത് നല്ലൊരാഗ്രഹമാണ്, വിശ്വാസികളുടെ ആഗ്രഹമാണ്, ഓരോ സുന്നിയുടെയും മനസ്സിലുള്ള ആഗ്രഹമാണ്. ഞാൻ ഇപ്പോൾ ഈ അടുത്തായിട്ട് എൻ്റെ ശരീക്ക് കൂടിയായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവുമായിട്ട് വീഡിയോ കോളിലൂടെ സംസാരിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ കാര്യത്തിൽ കിടുകിടാ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാതെ കഴിഞ്ഞകാല പണ്ഡിതന്മാർ ഏത് നിലയിലാണോ മുന്നോട്ട് പോയതെങ്കിൽ അതേ നിലയിൽ തന്നെ വിട്ടുവീഴ്ചയില്ലാതെ ബിദഈകൾക്കെതിരെ ശക്തമായി പോരാടാൻ ഒന്നിക്കണം, എല്ലാവരും ഒരുമിക്കണം. അതിനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന വഴികൾ എന്തുണ്ടോ അതെല്ലാം അടച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ പാപ്പയും ബഹുമാനപ്പെട്ട AP ഉസ്താദും ഇവരൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് ഇതിനു വേണ്ടിയുള്ള വേദികൾ ഉണ്ടാക്കണം. മനസ്സിൻ്റെ ഉള്ളിലെ വല്ലാത്തൊരു വിങ്ങുന്നൊരാഗ്രഹമാണ് ഇത്. ഓരോ സുന്നി പ്രവർത്തകൻ്റെയും മനസ്സിലെ വിങ്ങുന്ന ആഗ്രഹമാണ്. അതുകൊണ്ട് സുന്നി ഐക്യം, ഒരുമിച്ച് ആത്മാർത്ഥമായൊരു സുന്നി ഐക്യം നമുക്കിടയിൽ ഉണ്ടാകണം. സംഘടനയായിട്ട് എന്നോട്ടെ, SSF ഉണ്ടായിക്കോട്ടെ, SKSF ഉണ്ടായിക്കോട്ടെ, SOS രണ്ട് വിഭാഗത്തിൽ SOS ഉണ്ടായിക്കോട്ടെ, രണ്ട് വിഭാഗത്തിൽ സമസ്ത ഉണ്ടായിക്കോട്ടെ, അതൊക്കെ പ്രവർത്തിച്ചോട്ടെ. സംഘടനയല്ലല്ലോ പ്രശ്നം. നമ്മൾ ഒരുമിച്ച് ഒരേ വേദിയിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരാളുടെ ഇടയിലും ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു പോകാൻ ഒരു ശ്രമം നടത്തണമെന്ന് ആത്മാർത്ഥമായി മനസ്സിൻ്റെ ഉള്ളിലെ വിങ്ങലാണ്, ആഗ്രഹമാണ്. അള്ളാഹു അത് സാധിപ്പിച്ചു തരട്ടെ എന്ന് എത്ര കാലമായി നിഷ്പക്ഷമതികളായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നു. അതെന്തിനാണ്? ആരാണതിന് തടസ്സം നിൽക്കുന്നത്? ആ തടസ്സം നിൽക്കുന്ന തടസ്സത്തെ തട്ടിമാറ്റിയിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ഒരു വേദി ഉണ്ടാക്കണമെന്ന് വളരെ റിക്വസ്റ്റോടെ താഴ്മയോടുകൂടെ ഓരോ പ്രവർത്തകൻ്റെയും മനസ്സിലുള്ള ആഗ്രഹം തുറന്ന് പറയുകയാണ്. ഇതെല്ലാവരും ഒന്ന് കേൾക്കണം, മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.